കായംകുളം നഗരത്തിന്റെ വിവിധ സ്കൂളുകളിൽ ആരംഭിക്കുന്ന ആലപ്പുഴ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു. കലാമേളയിൽ ആകെ 316 ഇനങ്ങളിലായി 6000-ലധികം കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. കലോത്സവ രജിസ്ട്രേഷൻ ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. കായംകുളത്ത് തുടങ്ങുന്ന ആലപ്പുഴ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കലോത്സവത്തിന്റെ രജിസ്ട്രേഷൻ ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. വ്യാഴാഴ്ച ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രചനാ മത്സരങ്ങളും 29-ാം തീയതി മുതൽ കായംകുളം നഗരത്തിലെ വിവിധ സ്കൂളുകളിലെ 13 വേദികളിലായി വിവിധ മത്സരങ്ങളും ആരംഭിക്കും. 28-ാം തീയതി രചനാ മത്സരങ്ങളോടുകൂടി നമ്മുടെ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് കായംകുളത്ത് തുടക്കമാവുകയാണ്. അതിൻ്റെ സംഘാടനം ഒരുവിധമെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. അവസാനവട്ട മിനുക്ക് പണികളിലൂടെ സംഘാടകരെല്ലാവരും നിൽക്കുകയാണ്. 28, 29, 30, 2, 3 തീയതികളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത്. എല്ലാ സബ് ജില്ലകളിൽ നിന്നും വന്ന വളരെ കഴിവുറ്റ മത്സരാർത്ഥികളുടെ പ്രകടനത്തിനാണ് നമ്മുടെ കായംകുളം പട്ടണം സാക്ഷിയാവാൻ പോകുന്നത്. ഞങ്ങൾക്ക് കായംകുളം പട്ടണത്തിലെ എല്ലാവരോടും ഒരു കാര്യമാണ് അഭ്യർത്ഥിക്കാനുള്ളത്. കുഞ്ഞുങ്ങളുടെ ഈ കലാപ്രകടനങ്ങൾ കാണാനും അത് ആസ്വദിക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കാനും ഒപ്പം വളരെ ആരോഗ്യപരമായി തന്നെ ഇത് ഏറ്റവും മഹത്തരമായ ഒരു കലയുടെ ഉത്സവമാക്കി മാറ്റാനും ഈ കായംകുളത്തെ പ്രബുദ്ധരായ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. കലോത്സവം ഉദ്ഘാടനം ചെയ്യാനായിട്ട് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ എത്തിച്ചേരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഞങ്ങൾ വളരെ ആവേശത്തോടെയാണ് കാണുന്നത്. കുഞ്ഞുങ്ങളോട് ഏറ്റവും കൂടുതൽ ഹൃദയപരമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. അപ്പം മന്ത്രിയുടെ സാന്നിധ്യം കൂടുതൽ സന്തോഷം. ഒപ്പം സർപ്രൈസുകളൊക്കെ ഉണ്ടാക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഗസ്റ്റുകളെയൊക്കെ കൊണ്ടുവരാൻ എത്രത്തോളം നടക്കുമെന്നറിയില്ല, ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ട്. എല്ലാ കമ്മിറ്റികളും കേട്ടോ വളരെ ആക്റ്റീവായി നിന്ന് കമ്മിറ്റികളെല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. മുഖ്യവേദി കായംകുളം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ, ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, ബി.എഡ് സെന്റർ, സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ, SN വിദ്യാപീഠം, കായംകുളം ഗവൺമെന്റ് UP സ്കൂൾ, കായംകുളം ഗവൺമെന്റ് LPS, ഓട്ടിസം സെന്റർ, BRC ഹാൾ എന്നിവിടങ്ങളിലാണ് മറ്റു വേദികൾ. 4 ദിവസമായി നടക്കുന്ന കലയുടെ മാമാങ്കം നാടിന്റെ ഉത്സവമായി മാറ്റാനുള്ള ശ്രമത്തിലാണ് പ്രവർത്തനങ്ങളെന്ന് സംഘാടകർ പറഞ്ഞു. 29, 30 തീയതികൾ മുതൽ ഡിസംബർ 2, 3 വരെ 4 ദിവസങ്ങളിൽ കുട്ടികൾക്ക് വിഭവസമൃദ്ധമായ ആഹാരം നൽകും. 3000-ഓളം പേർക്ക് ഓരോ ദിവസവും ഭക്ഷണം തയ്യാറാക്കി നൽകും. കായംകുളം SN വിദ്യാപീഠം ഗ്രൗണ്ടിലെ പ്രത്യേകം സജ്ജമാക്കിയ പന്തലിലാണ് ഭക്ഷണശാല ഒരുക്കുന്നത്. കലാമേളയിൽ ആകെ 316 ഇനങ്ങളിലായി 6000-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട്. 28-ാം തീയതി നമ്മുടെ രചനാ മത്സരങ്ങൾ ആരംഭിക്കുന്നു. 29, 30, 2, 3 തീയതികളിൽ ഏകദേശം 13 വേദികളിലായിട്ടാണ് 6000-ഓളം കുട്ടികൾ പങ്കെടുക്കുന്ന ഈ ഒരു കലാമേള ഇവിടെ അരങ്ങേറുന്നത്. അതിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും എല്ലാവരുടെയും സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ്. എല്ലാ പ്രോത്സാഹനവും വേണ്ടുവോളം പബ്ലിസിറ്റിയും ഒക്കെ ആവശ്യമാണ്. സഹായ സഹകരണങ്ങൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഏകദേശം 5ഓളം സ്കൂളുകളാണ് നമ്മുടെ വേദിയായിട്ട് എടുത്തിരിക്കുന്നത്. ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂൾ, ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂള്, ബി.എഡ് സെൻറ്റർ, സെൻറ്റ് തെരേസാസ് ഹയർ സെക്കൻഡറി സ്കൂള്, കായംകുളം ഗവൺമെൻറ് UP സ്കൂള്, കായംകുളം LPS, ഓട്ടിസം സെൻറ്റർ, BRC ഹാള്, കൂടാതെ ഗവൺമെൻറ് ഗേൾസ് ആണ് ഞങ്ങളിപ്പോൾ 1ാം വേദിയായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് പ്രദീപ് MLA, നഗരസഭ വൈസ് ചെയർമാൻ J. ആദർശ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാമില അനിമോൻ, പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ നവാസ് മുണ്ടകത്തിൽ, നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ S. കേശുനാഥ്, കൗൺസിലർമാരായ റെജി, AP ഷാജഹാൻ, ആലപ്പുഴ DDE S. ശ്രീലത, സബ് കമ്മിറ്റി കൺവീനർമാരായ മെഹ്റലി അമാൻ, ഗോപി കൃഷ്ണൻ, ഉദയകുമാർ, ബീന, റംലത്ത്, ഷാജു VM രാജ്, അധ്യാപക സംഘടനാ നേതാക്കളായ I. ഹുസൈൻ, അശോക് കുമാർ, അനസം അഷ്റഫ്, A. മുജീബ്, അനിൽ ബോസ്, ശ്രീകുമാർ S എന്നിവർ പങ്കെടുത്തു. CD നെറ്റ് ന്യൂസ്, കായംകുളം.